1976 അടൂർ ജയ തിയേറ്റേഴ്സിൽ SP പിള്ള, അടൂർ പങ്കജം, അടൂർ ഭവാനി അവരോടൊപ്പം ഞാനും അഭിനയിച്ചിരുന്നു. പാശുപതാസ്ത്രമായിരുന്നു നാടകം. ആ വർഷത്തെ നാടകത്തിന് ശേഷം പിറ്റേ വർഷം മാതാ തിയേറ്റേഴ്സ് എന്ന പേരിൽ അടൂർ ഭവാനി ചേച്ചി ഒരു നാടക സമിതി ആരംഭിച്ചു. അപ്പോഴേക്കും SP അണ്ണനെയും എന്നെയും അതിൽ അഭിനയിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് SP അണ്ണന് മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതായി അറിയിച്ചതുകൊണ്ട് SP അണ്ണനെ ഒഴിവാക്കേണ്ടി വന്നു. അതിന് പകരമായി കൊട്ടാരക്കര ശ്രീധരൻ നായരെയാണ് ഭവാനി ചേച്ചി നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ എനിക്കും ഇടയ്ക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാനും അതിൽ നിന്ന് അല്പം പിന്നോട്ട് മാറി നിന്നു. ചേച്ചിയോട് ഞാൻ പറയുകയും ചെയ്തു. എങ്കിലും ചേരിയുടെ നാടകമായിരുന്നു. നാടകത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കിലൊക്കെ അദ്ദേഹത്തെ സഹായിക്കാൻ ഞാനും കൂടെ പോയിരുന്നു. എങ്കിലും നാടകത്തെ ഞാൻ തുടർന്ന് അഭിനയിക്കുന്നില്ല എന്നുള്ള തീരുമാനം അറിയിച്ചു. അങ്ങനെ ഇരിക്കെ പിറ്റേ വർഷത്തേക്ക് ഞാൻ നാടക സമിതിയിലെങ്ങും പോകുന്നില്ല. എൻ്റെ ഫോട്ടോഗ്രാഫി വർക്കുകളുമായിട്ട് ഒതുങ്ങി പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം SP അണ്ണനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ പൊൻകുന്നം വർക്കിസാറ് വീട്ടിലേക്ക് വന്നു. അദ്ദേഹം കോട്ടയം ദേശാഭിമാനി തിയേറ്റേഴ്സിലെ ഒരു നടനെ ആവശ്യമുണ്ടായിരുന്നു. അത് എന്നെക്കുറിച്ച് കേട്ടിരുന്നു അദ്ദേഹം. പക്ഷേ SP അണ്ണനും ഞാനുമായിട്ടുള്ള ആ അടുപ്പം അദ്ദേഹത്തിന് അറിയാമായിരുന്നത് കൊണ്ട് SP അണ്ണനെ കൂടെ കൂട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നത്. അന്ന് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തോടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അതിന് പകരക്കാരനായിട്ടിരുന്ന ഒരു ആർട്ടിസ്റ്റിനെ വേണം. അത് ആരുണ്ട് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ കൊണ്ടൂർ ഉണ്ണികൃഷ്ണൻ, KPSC ഉണ്ണികൃഷ്ണൻ, KPSCയിലൊക്കെ അഭിനയിച്ചിരുന്ന ആളാണ്. ഉണ്ണികൃഷ്ണൻ ഉണ്ണിയേട്ടൻ നല്ല ഒരു നടനുമാണ്. അദ്ദേഹത്തെ വിളിക്കാം, അദ്ദേഹം എങ്ങും പോയിട്ടില്ല, അദ്ദേഹത്തെ വിളിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ഇവർക്കാർക്കും അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുപ്പമില്ലാത്തത് കൊണ്ട് എന്നെ കൂടെ കൂട്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി തൃക്കുടിത്താനത്തേക്ക് പോയി. തൃക്കുടിത്താനത്ത് എന്ന് പറഞ്ഞാൽ മുക്കാട്ടുപടിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് കൊണ്ടൂർ വീട്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളൊക്കെ വക്കീലന്മാരെ, ഹൈക്കോടതി വക്കീലന്മാരും ഒക്കെയാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഉണ്ണിച്ചേട്ടനോട് പറഞ്ഞു. അവിടുന്ന് ഉണ്ണിയേട്ടൻ ഞങ്ങളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് അല്പം ഒന്ന് സൽക്കരിച്ചു വിടണമല്ലോ, പുള്ളിയുടെ രീതി അതാണ്. അവിടുന്ന് ഇറങ്ങി തൃക്കിടത്താനത്ത് ഒരു തണ്ടക്കുളം ഷാപ്പ്, അതെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കള്ള് ഷാപ്പാണ് തണ്ടക്കുളം ഷാപ്പ്. അത് നടത്തുന്നത് കൊച്ചാങ്ങളെ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അവന് കൊച്ചാങ്ങളെ എന്നാ അവർ വിളിക്കുന്നത്. പെങ്ങന്മാരുടെ ഇളയ ആങ്ങളെ ആയതുകൊണ്ട് അവരുടെ പേരാണ്, ആ പേരിലാണ് ഈ മനുഷ്യനെ അറിയുന്നത് തന്നെ. കൊച്ചാങ്ങള തണ്ടക്കുളം ഷാപ്പ് നല്ല രീതിയിൽ നടത്തുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു ജന്മി കൂടിയാണ് ഉണ്ണിയേട്ടന്റെ സ്ഥലത്താണെന്ന് തോന്നുന്നു കൊച്ചാങ്ങളുടെ ഷാപ്പ് ഇരിക്കുന്നത്. അവിടെ ചെന്നു, എല്ലാവരും വന്നു. കൊച്ചാങ്ങളേക്കും വലിയ സന്തോഷമായി. അവിടുന്ന് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റോറിലേക്കൊക്കെ ഉണ്ണിയേട്ടൻ കയറി. അവിടെ എല്ലാം ഒന്ന് വീക്ഷിച്ചു. അതെല്ലാം കഴിഞ്ഞ് സ്റ്റോറിനകത്ത് മുഴുവൻ നോക്കിക്കഴിഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ ചോദിച്ചു, കൊച്ചാങ്ങളെ ഇത്രയുള്ളോ കള്ള്? അല്ല, ഉടനെ വരും. അപ്പൊ 5-6 കുപ്പി കള്ളേ സ്റ്റോറിൽ ഇരിപ്പുള്ളൂ. മുട്ടാറും കല്ല് ഉടനെ തന്നെ വരും. വരേണ്ട സമയം ഏതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, പുറത്തിരിക്കുന്നത്. അപ്പൊ പുറത്ത് മുറ്റത്തും അവിടെ ഇവിടെ എല്ലാ ആൾക്കാരിങ്ങനെ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് അത്രേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചാങ്ങളയുടെ ഒരു പ്രൈവറ്റ് റൂമുണ്ട്, കട്ടിലുണ്ട്, മേശയുണ്ട്, എല്ലാം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന നല്ല സൗകര്യമാണ്. അവിടേക്ക് ഞങ്ങളെ ഇരുത്തി. അവിടുന്ന് കള്ളൊക്കെ കൊണ്ടുവന്നു. അതെല്ലാം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തില് ഉണ്ണിയേട്ടന്റെ കള്ളുകൂടി വളരെ രസമാണ്. അപ്പൊ 3 ഗ്ലാസും കൊണ്ട് വെച്ച് ഞങ്ങൾ 4 പേരും ഉണ്ട്. അയ്യോ, 3 ഗ്ലാസ്സേ ഉള്ളല്ലോ, 4 പേരില്ലേ ഞങ്ങള്? അത് വേണ്ട. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയേട്ടന് ഗ്ലാസ് വേണ്ട. പുള്ളി ബാക്കി 3 ഗ്ലാസ് ഞങ്ങൾക്കുള്ളതെല്ലാം എടുത്ത് വെള്ളമൊക്കെ എടുത്ത് ഒന്നുകൂടെ എല്ലാം വൃത്തിയാക്കി കഴുകി വാഷ് ബേസിനിലേക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് അവിടെ വെച്ചു. ഊറ്റി ഞങ്ങൾക്ക് കള്ളു ഊറ്റി കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ അടുത്തറിയാവും, ഓരോ കുപ്പിയെടുക്കും, ഇങ്ങനെ പിടിക്കും. ഒറ്റ പിടി പിടിച്ചാൽ അത് തീരുന്നിടത്താണ് നിർത്തുന്നത്, ഇടയ്ക്ക് വെച്ച് നിർത്തത്തില്ല. അങ്ങനെ വെച്ച് കുപ്പിയോടെ വയ്ക്കും. അങ്ങനെയാണ് പുള്ളിയുടെ സ്റ്റൈലുകൾ.
അപ്പൊ അങ്ങനെയൊക്കെ അടിച്ചു വേറെ ആഹാരം കഴിക്കാനുള്ളത് ഇറച്ചിയുണ്ട്, മീനുണ്ട്, അപ്പമുണ്ട്, കപ്പയുണ്ട്, എല്ലാ സാമഗ്രികളും അടുപ്പിച്ച് അവിടെ നല്ല രീതിയിൽ ഇതുപോലെ കറിയുടെ ബിസിനസ് നടക്കുന്ന ഒരു ഷാപ്പാണ് തണ്ടക്കുള ഷാപ്പ്. ഇപ്പോഴുണ്ട്. കൊച്ചാങ്ങള മരിച്ചതിന് ശേഷം ഇനി എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ അവിടെ കള്ളൊക്കെ കുടിച്ച് കുറെ സമയമായി കഴിഞ്ഞു. അപ്പൊ SP പിള്ള വന്നു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നവർ പലരും പതുക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. പലരും കൂടി കൊച്ചാങ്ങളെ ഒരു ബിസിനസ്സായിട്ട് തന്നെ അങ്ങ് കണക്കിലെടുത്തിട്ടാണ് ഇവരൊക്കെ ആയിട്ട് പറഞ്ഞു. അവിടുന്ന് വന്നു, അണ്ണനെ കാണാൻ എല്ലാവരും വന്നു. ഇങ്ങനെയൊക്കെ മുന്നോട്ട് കുറേയേറെ സമയം ഞങ്ങൾ അവിടെ 3-4 മണിക്കൂർ അവിടെ സമയം കഴിഞ്ഞു, അവിടെ ചെലവഴിച്ചു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റിൽ പോകണം. SP അണ്ണൻ ഇടയ്ക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോയി. അത് കഴിഞ്ഞിട്ട് തിരികെ വന്നു. ഇങ്ങനെയൊക്കെ കഴിച്ചു. മുട്ടാറൻ കള്ളു വന്നു, അതും എടുത്തു, അതും അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പലരും അവിടെ കൂടി വന്നു, അവിടെ പുറത്തിരുന്ന് കഴിക്കുന്നു. ഇതെല്ലാമായിട്ട് അങ്ങനെ വെച്ചിട്ട് കള്ളുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവിടുന്ന് പോരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടി അവിടുന്ന് ഞങ്ങൾ കാറിൽ കയറി അവിടുന്ന് പോന്നു. കുറേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വർക്കി സാർ അല്ല SP അണ്ണനെ കൂച്ചു, എൻ്റെ സെക്കൻഡ് പേപ്പർ എടുത്തില്ല, ടോയ്ലറ്റിൽ പോയിട്ട് ഞാനത് അവിടെ ആ കഥകയെല്ലാം കണ്ട് ഇട്ടിരിക്കുക, അത് ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്തോ ചെയ്യാനാ അവിടുന്ന്. അതിനി പോട്ടെ, ഇങ്ങോട്ടേലും പോട്ടെ, ഇനി ഇതില്ല. പറ്റത്തില്ല. അവിടെ തിരിച്ചു വിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ കൊച്ചാങ്ങളെ പറഞ്ഞു, ആഹാ അത് ശരി, അത് എടുത്തോണ്ട് പോയി SP അണ്ണന്റെ ആണെന്നും പറഞ്ഞ് ഒരു ആരാധകൻ ഇവിടെ വന്നേച്ചാൽ ആരാധകനെ ഒന്ന് തുടയിലിട്ടുണ്ട് അങ്ങോട്ട് ഇപ്പൊ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോടാ കഷ്ടമായി. അവിടെ നിന്ന് തിരികെ വിട്ടു ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരാൾ തോളൻ ഇത് വിട്ടോണ്ട് നടക്കുന്ന കണ്ടു. അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അയാൾ തലയിട്ട് നോക്കിയപ്പോ SP അണ്ണനാണ്. അയ്യോ സ്നേഹിത, എന്റെ സഹോദര, അതിങ്ങി തരാമോ തോളെ കിടക്കുന്നത് എന്ന് SP അണ്ണൻ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ചോദിച്ചു. ഞാൻ ആരാധന കൊണ്ട് അങ്ങനെ എടുത്തത്, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും അത് എടുത്ത് എല്ലാം കത്തിച്ച് കളയോ നശിപ്പിച്ച് കളയോ ചെയ്യില്ല. എനിക്കിത് കിട്ടിയോണ്ട് ഞാനിത് ഇവിടെ കാലയ്ക്ക് സൂക്ഷിച്ച് എൻ്റെ ഓർമ്മയ്ക്കായിട്ട്, അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് സൂക്ഷിച്ചു വെക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ എടുത്തിട്ടുണ്ട് പോകുന്നതാണ്. അത് വേണോ, തിരികെ വേണോ? അയ്യോ അതിന് തരാമോ? അയ്യോ എന്നാ പിടിച്ചോ സാറേ എന്ന് പറഞ്ഞ് SP പിള്ളയുടെ സെക്കൻഡ് പേപ്പർ അദ്ദേഹത്തിന്റെ കൈക്ക് കൊടുത്തു. അതിന് പകരമായിട്ട് എന്നാ എനിക്ക് 2 ഉമ്മതാ. അവൻ ആ ഡോറിനകത്ത് അല്ല കാറിനകത്തോട്ട് തലയിട്ടു. ഉടനെ SP പിള്ള പാവം കൊണ്ടുവന്ന് ഉമ്മ എന്ന് പറഞ്ഞ് അവനും സന്തോഷമായി. അവനങ്ങനെ പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവമാണ് ഇടയ്ക്കുണ്ടായത്. ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ട്. തൽക്കാലത്തേക്ക് ഈ സംഭവം ഇങ്ങനെ നിൽക്കട്ടെ. ഇനി SP അണ്ണന്റെ ഒക്കെ കാര്യങ്ങൾ വേറെ പിന്നീട് പറയാം. അതുപോലെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് നിർത്താം നമുക്ക്. ശരി, നമസ്കാരം.